എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിലെ 5ാം സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന ശാസ്ത്രം 4ാമത്തെ ചാപ്റ്ററിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ വായു, ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള താപനില, ജലം എന്നിവയാണ്. ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ പറയാൻ കഴിയും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വായു, അനുകൂല താപനില, ജലം എന്നിവ. വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. അപ്പൊ നമ്മൾ വിത്ത് നട്ടു, അങ്ങനെ വിത്ത് നട്ടതിന് ശേഷം ഈ ഒരു വിത്ത് മുളച്ചു കഴിഞ്ഞിട്ട് അത് വളരുന്നതിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള 2 ഘടകങ്ങളാണ് സൂര്യപ്രകാശം, മണ്ണ് എന്നിവ. വിത്ത് മുളച്ചു കഴിഞ്ഞ് വളരുന്നതിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ സൂര്യപ്രകാശം, മണ്ണ് എന്നിവയാണ്. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം എന്തു പേരിൽ അറിയപ്പെടുന്നു? ആ പ്രവർത്തനത്തിന്റെ പേരാണ് നമ്മളെ വിത്ത് മുളയ്ക്കൽ എന്ന് നമുക്ക് പറയാം. ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബീജാങ്കുരണം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായി വളരുന്ന പ്രവർത്തനം ബീജാങ്കുരണം അല്ലെങ്കിൽ വിത്തു മുളയ്ക്കൽ. അനുകൂല സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചെടിയായിട്ട് വളരുന്ന പ്രവർത്തനം ഏത് എന്ന് ചോദിച്ചാല് അതിന് ബീജാങ്കുരണം എന്നും പറയാൻ സാധിക്കും, വിത്ത് മുളയ്ക്കൽ എന്നും നമുക്ക് പറയാൻ സാധിക്കും. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം, നമ്മളെ വിത്ത് ഇങ്ങനെ മുളച്ചു വരികയാണ്. അപ്പൊ ആ ഒരു വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തേക്ക് വരുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബീജമൂലമാണ്. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ബീജമൂലം. ബീജമൂലം മണ്ണിലേക്ക് വളർന്ന് എന്തായി തീരുന്നു? വേരായിട്ട് തീരുന്നു. അപ്പോ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബീജമൂലമാണ്. ഈ ഒരു ബീജമൂലം മണ്ണിലേക്ക് വളർന്നുകൊണ്ട് വേരായിട്ട് മാറുകയാണ് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. സസ്യത്തിന്റെ കാണ്ഡമായി മാറുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ അത് ബീജശീർഷമാണ്. ബീജമൂലം മണ്ണിലേക്ക് വളർന്നിട്ട് വേരായി തീരും. സസ്യത്തിന്റെ കാണ്ഡമായിട്ട് മാറുന്ന ഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ബീജശീർഷമാണ്. സസ്യത്തിന്റെ കാണ്ഡമായിട്ട് മാറുന്ന ഭാഗം ബീജശീർഷം. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ഏതിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു വിത്ത് നട്ടു കഴിഞ്ഞാൽ അത് മുളച്ചു വന്ന് അതിന്റെ ഇലകളൊക്കെ വികസിക്കാൻ കുറച്ച് താമസമെടുക്കും. അപ്പൊ ആ ഒരു താമസം എടുക്കുന്ന സമയത്ത് തന്നെ ഈ സസ്യത്തിന് ആവശ്യമായിട്ടുള്ള ആഹാരം എവിടെ നിന്നാണ് സസ്യം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ബീജപത്രത്തിൽ നിന്നാണ് ഈ ഒരു ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം ഒരു സസ്യം കണ്ടെത്തുന്നത് എന്ന് ഓർത്തിരിക്കുക. ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ ഏതിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാല് ബീജപത്രം ആണ് എന്നുള്ളത് അവിടെ മറക്കാതെ ഇരിക്കുക. ഇല മുളച്ച് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ ബയോഫ്രില്ലമാണ്. ഇല മുളച്ച് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് ബയോഫ്രില്ലം. ഇല മുളച്ച് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണം ബയോഫ്രില്ലമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. വേരുമുളച്ച് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണമാണ് ചന്ദനം. വേരുമുളച്ച് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് ഉദാഹരണം ചന്ദനം. വേരുമുളച്ച് പുതിയ സസ്യം ഉണ്ടാകും. അപ്പൊ വേരുമുളച്ചിട്ടാണ് പുതിയ സസ്യം ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സസ്യത്തിന് ഉദാഹരണമാണ് ചന്ദനം. ചന്ദനത്തില് വേരുമുളച്ചിട്ടാണ് പുതിയ സസ്യം ഉണ്ടാവുക. 10ാമത്തെ ചോദ്യം, സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായിട്ടുള്ള വേര്, തണ്ട് മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നത്. PSCയുടെ നിരന്തരമായിട്ടുള്ള ഒരു മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. വേര്, തണ്ട്, ഇല മുതലായവയിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിന് കായിക ഭാഗങ്ങൾ എന്നാണ് പറയാ. വേര്, ഇല, സസ്യം എന്നീ മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് പുതിയ സസ്യം ഉണ്ടാകുന്നതിനെ കായിക പ്രജനനം എന്നാണ് പറയാ. എന്താണ് പറയാ?
കായിക പ്രജനനം. അപ്പൊ നമ്മുടെ സസ്യങ്ങളുടെ കായിക ഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത് പ്രധാനമായിട്ടും വേര്, തണ്ട്, ഇല തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് നമ്മുടെ മറ്റ് സസ്യങ്ങൾ ഉണ്ടാകുന്നതിനെ നമുക്ക് എന്താ പറയാൻ പറ്റുക? കായിക പ്രജനനം എന്നാണ് പറയാൻ പറ്റുക എന്നുള്ളത് അവിടെ എന്താ ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കുകയാണ്. ഒരു സസ്യത്തിന്റെ വിത്തുകൾ വളരുന്നതിനാവശ്യമായിട്ടുള്ള മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കുന്നതിനായിട്ട് വിത്തുകളെ പല ഭാഗങ്ങളിലായി വിതരണം ചെയ്യപ്പെടുന്നതിനെ നമ്മൾ എന്ത് പറയും? വിത്ത് വിതരണം എന്ന് പറയും. വളരെ സിമ്പിളായിട്ട് ഓർത്താൽ മതി. വിത്തുകളെ പല ഭാഗങ്ങളായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന രീതി എന്താണെന്ന് ചോദിച്ചാൽ അതിനെ വിത്ത് വിതരണം എന്നാണ് പറയുക. ഇതെന്തിനാണ് ചെയ്യുന്നത്? മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം, ധാതുലവണങ്ങൾ എന്നിവ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിത്ത് വിതരണം നടത്തുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിന്റെ അവസാനത്തെ ഒരു ടോപ്പിക് നോക്കാനുള്ളത് കാർഷിക വിളകളും അവയുടെ ജന്മദേശവുമാണ്. അപ്പൊ അതില് കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരയ്ക്ക, പപ്പായ എന്നിവ അമേരിക്കയിൽ നിന്നാണ്. ഏതൊക്കെയാണ്? കൈതച്ചക്ക, മരച്ചീനി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പച്ചമുളക്, പേരക്ക, പപ്പായ, കാപ്പി തുടങ്ങിയവയുടെ ജന്മദേശം അമേരിക്കയാണ്. തേയില ചൈന. അപ്പോ അത് ഓർത്തു വെക്കാനൊരു പ്രധാനപ്പെട്ട ഒരു കോഡല്ല, എന്നാലും നമുക്ക് പെട്ടെന്ന് തേയില വെച്ച് നമ്മൾ എന്താണ് ഉണ്ടാക്കുക? ചായയാണ് ഉണ്ടാക്കുക. അപ്പൊ ചായയും ചൈനയും കൂടെ എന്ത് ചെയ്താൽ മതി? അവിടെ ലിങ്ക് ചെയ്താൽ മതി. തേയില ചൈന എന്നുള്ളത് ആ വഴി നമുക്ക് ഓർക്കാം. പിന്നെ ക്യാബേജ് യൂറോപ്പ്. ക്യാബേജ് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ യൂറോപ്പിൽ നിന്നാണ്. ക്യാബേജ് യൂറോപ്പ്. റബ്ബറും കശുമാവും ബ്രസീലിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൂടി അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്. വളരെ ചെറിയ ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ഈ കായിക പ്രചരണമൊക്കെ പലതവണ PSCക്ക് ചോദിച്ചിട്ടുള്ളതായിട്ടും നമുക്ക് കാണാൻ കഴിയും. സംഭാവന ഗംഭീരമായാൽ പരിപാടി ഗംഭീരമാവുമെന്ന് നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറുകളും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും ഒക്കെ എന്നെ കൂടുതൽ വീഡിയോ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു.